ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെയാ കഴിമ്പ്രത്തക്കാവ് പോവേണ്ടത്. വിഷ്ണുവേട്ടൻ എന്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് വിശ്വാസമായി നിൽക്കുന്ന എനിക്ക് എങ്ങനെ അമ്മ ആ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുക? സത്യം അറിഞ്ഞ കുട്ടികളുടെ മനസ്സിലും അതൊരു വല്ലാത്ത മുറിവായിട്ട് മാറും. പിന്നെ മറ്റൊന്ന് കൂടിയുണ്ട്. സത്യമ്മ പറഞ്ഞത് ശിവനെയും കൂട്ടി പോവാന്. ശിവനെ പറഞ്ഞ ഏർപ്പാടാക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് വേണ്ട, അത് ശരിയാവില്ല. ഒന്നാമത് ഇത് ആരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യുന്നതാ. അത് മാത്രമല്ല, ശിവന്റെ ഒപ്പം പോകുന്നതിലും മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. പക്ഷെ സത്യാമ്മ സമ്മതിക്കില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് അത് നടക്കാതെ വന്നാ അത് മറ്റു ചില ദോഷങ്ങൾ കൊണ്ടാണെന്നും പറഞ്ഞ് വീണ്ടും ആ സ്വാമിയുടെ അടുത്തേക്ക് എങ്ങാനും പോയാലോ? സ്വാമിയുടെ കാര്യം അറിയാലോ. ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. ഈ പൂ അരി ഇടുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പോ കുട്ടികളെ കൊണ്ട് ഇടിയിക്കാന്ന് വെച്ചാൽ തന്നെ ശിവൻ കൂടെ ഉള്ളപ്പോ എങ്ങനെയാ അത് നടത്താൻ പറ്റുക? കാര്യം മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ സത്യക്കും പപ്പിക്കും? അവരെ എങ്ങനെയാ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? കുട്ടികളുടെ കാര്യം വിട്. അതേതെങ്കിലും രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുക്കാൻ നോക്കാം. പിന്നെ ഉള്ളത് ശിവനാ. ശിവനറിയാതെ കുട്ടികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ ഉറപ്പിച്ചോ വിഷ്ണുവേട്ടൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന്? മോളെ, നീ ചിന്തിക്കുന്ന രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. നീ അന്വേഷിക്കാൻ ഏൽപ്പിച്ചവരും വിഷ്ണുവിന്റെ ജാതകം നോക്കി പറഞ്ഞ പെരുമാൾ സ്വാമിയും ഒരേ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടും നീ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് നിന്റെ വിശ്വാസം. ഞാൻ പറയുന്നത്, വിഷ്ണു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വിഷ്ണു ഈ ഭൂമിയിൽ ഇല്ലെന്ന് ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് വിഷ്ണുവിന്റെ ആത്മാവിനോട് ചെയ്യുന്ന വലിയൊരു ചതി. ഇനി നമ്മൾ ഈ പൂജ നടത്തിയെന്ന് വെച്ച് വിഷ്ണു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിഷ്ണുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളെ. പക്ഷേ ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വിഷ്ണുവിന്റെ ആത്മാവിന് കിട്ടേണ്ട ശാന്തിയും സമാധാനവുമാണ്. എന്തു വേണമെന്നും മോള് തീരുമാനിക്ക്. അമ്മ എന്തിനും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. മോളെ, എനിക്കൊന്നും അറിയില്ല അമ്മ. വിഷ്ണുവേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം ശാരദയുടെ മക്കൾ എന്ത് പാവം അമ്മ ചെയ്തിരിക്കുന്ന.